യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പ്രധാനമായി പറഞ്ഞത് ഭീഷ്മാചാര്യരുടെ നിർദ്ദേശപ്രകാരം ധൃതരാഷ്ട്രർ പാഞ്ചാലത്ത് നിന്ന് പാണ്ഡവരെയും ദ്രൗപദിയെയും ഹസ്തനപുരി കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതും പാണ്ഡവർക്ക് ഹസ്തനപുരിയുടെ പകുതി രാജ്യം ഭാഗിച്ചു കൊടുക്കുന്നതും അതിൻ്റെ ഭാഗമായി പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു പട്ടണം നിർമ്മിച്ച് അതിനെ ആസ്ഥാനമാക്കി രാജ്യഭരണം തുടങ്ങുന്നതും ആയ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. ഇവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി അവിടെ കൃഷ്ണനും ബലരാമനും കൂടെ ഉണ്ടായിരിക്കുകയും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ നിർമ്മിതിക്കും ഭരണാരംഭത്തിനും ശേഷം അവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്നതും ആയ ഭാഗങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. തുടർന്ന് യുധിഷ്ഠിരൻ ധർമ്മത്തിൽ നിന്ന് അണുയിട പോലും വ്യതിചലിക്കാതെ രാജഭരണം നടത്തി പോവുകയും സഹോദരന്മാരായ പാണ്ഡവന്മാർ, അതായത് ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും യുധിഷ്ഠിരനെ നല്ല രീതിയിൽ ഭരണം നയിക്കുന്നതിലേക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം അടുത്തുള്ള രാജ്യങ്ങളെയൊക്കെ സാമന്തന്മാരാക്കി അവിടെ നിന്ന് കപ്പം വാങ്ങുകയും രാജ്യത്തെ സമൃദ്ധമായി മുന്നോട്ട് നയിക്കുകയും ചെയ്ത് അവർ ഭരണം നടത്തി മുന്നേറുന്ന സമയത്ത് ഒരു നാൾ ദേവർഷിയായ നാരദൻ ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലേക്ക് വരാനിടയായി. പുരാണ കഥകളിൽ അതിഭാഗത്തും പ്രധാനമായ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി കൊട്ടാരങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്നതും നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നതും നാരദ മഹർഷിയായിരുന്നുവെങ്കിൽ ദ്വാപരയുഗത്തിൽ അങ്ങനെ എല്ലാ കൊട്ടാരങ്ങളിലും എത്തി എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു സ്വഭാവം നാരദ മഹർഷിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിൽ യുധിഷ്ഠിരൻ്റെ അടുത്ത് ദേവർഷി നാരദൻ എത്തുകയും നാരദനെ കണ്ട പാണ്ഡവർ അത്ഭുതപ്പെടുകയും ചെയ്തു. എന്താണ് അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശമെന്ന് വേണ്ടുന്ന വണ്ണം ആചരിച്ച് ഇരുത്തിയതിനു ശേഷം പാണ്ഡവർ ചോദിക്കുകയും നിങ്ങളുടെ ക്ഷേമം തന്നെയാണ് എൻ്റെ യാത്രാ ഉദ്ദേശം എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 5 പേർക്കുമായി ഒരു ഭാര്യയാണ് നിലവിലുള്ളതെന്നും അതിനാൽ നിങ്ങൾ പരസ്പരം കലഹിക്കാനുള്ള ഒരവസരം ഒരു കാരണവശാലും ഉണ്ടാകരുതെന്നും നാരിയാണ് നരനെ വൈരിയാക്കുന്നതെന്നും പല നരന്മാരെയും സഹോദര ശത്രുക്കളൊക്കെ ആക്കിയിട്ടുള്ളത് നാരിയാണെന്നും അതിന് ഉദാഹരണമായി സുന്ദരന്മാരുടെ കഥ തന്നെ പ്രധാനമായി നമുക്ക് ഓർക്കാവുന്നതാണെന്നും നാരദൻ പറയുകയും ഇത് കേട്ടിരുന്ന ധർമ്മപുത്രർ നാരദ മഹർഷിയോടായി പറഞ്ഞു, അല്ലയോ മഹാർഷേ ദേവർഷേ, ഈ സുന്ദരന്മാരാരാണ്? അവരുടെ കഥ എന്താണ്? മുൻകാല ചരിതങ്ങൾ പൂർവ്വയുഗങ്ങളിലുള്ള ചരിതങ്ങളും പഠിച്ചിട്ടുള്ള എനിക്ക് ഈ സുന്ദരന്മാരെക്കുറിച്ച് ഒരിടത്തും കേട്ടതായി ഓർമ്മയില്ല. അങ്ങ് എന്താണ് എന്ന് നമ്മെ അറിയിച്ചാലും എന്ന് നാരദ മഹർഷിയോട് ധർമ്മപുത്രർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം, അതായത് ദേവർഷി, തിരിച്ചു പറഞ്ഞു, അതൊരു പഴയ കഥയാണ്, ഈ കാലഘട്ടങ്ങളിലൊന്നും നടന്നതല്ല, കൃതായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കഥയാണ്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് വിവരിച്ചു തരാം എന്ന് പാണ്ഡവരോട് പറയുകയും ആ സുന്ദരന്മാരുടെ കഥ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. പണ്ട് ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽപ്പെട്ട നികുംഭൻ എന്ന് ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പുത്രന്മാർ ജനിച്ചു. അതിലൊരാൾ സുന്ദനെന്നും ഒരാളെ ഉപസുന്ദനെന്നും പേര് നൽകി. ഈ സുന്ദനും ഉപസുന്ദനും വളരെ
കായിക ബലമുള്ളവരും വളരെയധികം ഐക്യമുള്ളവരുമായിരുന്നു. ബാല്യകാലം മുതൽ രണ്ടുപേരും ഒരു മനസ്സും ഇരു ശരീരവുമായിട്ടാണ് ജീവിച്ചത്. ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ബാല്യം മുതൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിരുന്നില്ല. ഒരാൾ പറയുന്ന തീരുമാനം തന്നെ രണ്ടാ പേർക്കും എപ്പോഴും സ്വീകാര്യമായിരുന്നു. അങ്ങനെ വളരെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയായിരുന്ന ഈ രണ്ട് സഹോദരന്മാരും അതീവ ബലവാന്മാരായിരുന്നതിനാൽ സാധാരണ മുൻകാലങ്ങളിൽ അസുര രാജാക്കന്മാർക്ക് ഉണ്ടാവാവുന്ന ബലവാന്മാരായ അസുര രാജാക്കന്മാർക്ക് ഉണ്ടാവാവുന്ന ത്രിലോകങ്ങളെയും കീഴ്പ്പെടുത്തണം എന്ന ആഗ്രഹം ഈ സുന്ദോപസുന്ദരന്മാർക്ക് ഉണ്ടാവുകയും അതിനുവേണ്ടി തപം ചെയ്താൽ മാത്രമേ നടക്കൂ എന്ന് മനസ്സിലാക്കിയവർ തപസ്സിനായിക്കൊണ്ട് വിന്ധ്യാപർവ്വതത്തിലെത്തുകയും അവിടെ രണ്ടുപേരും തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ തപസ്സുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ഏതെങ്കിലും വിധേന ഈ തപസ്സിന് ഭംഗമുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെ കനകവും കാമിനിയും ഒക്കെ അയച്ച് പല വിധത്തിലും ഇവരുടെ തപസ്സിന് ഭംഗം വരുത്താൻ ശ്രമം ചെയ്തു. എന്നാൽ ദൃഢനിശ്ചയത്തോടു കൂടി ലക്ഷ്യം നേടുന്ന നിലയ്ക്ക് വേണ്ടി തപം അനുഷ്ഠിച്ച സുന്ദോപസുന്ദരന്മാർ ഒരു കാരണവശാലും ഒരു വിധത്തിലുള്ള പ്രലോഭനങ്ങളിലും വീഴാതെ തപസ്സു ചെയ്ത് മുന്നേറുകയാണ് ചെയ്തത്. അങ്ങനെ ദീർഘനാൾ തപസ്സിനു ശേഷം ബ്രഹ്മദേവന് ഈ സുന്ദോപസുന്ദരന്മാരുടെ മുന്നിൽ പ്രത്യക്ഷനാവേണ്ടി വന്നു. പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് സുന്ദോപസുന്ദരന്മാരോട് ചോദിക്കുകയും അവർ പറഞ്ഞു, അല്ലയോ ബ്രഹ്മദേവ, നമുക്ക് ത്രിലോകങ്ങളും നമ്മുടെ കാൽക്കീഴിൽ വരണം, അതിലേക്ക് വേണ്ടുന്ന ശക്തി നമുക്ക് തരണം. ഇനി മറ്റൊരു കാര്യം, ഒരു കാരണവശാലും ഈ ത്രിലോകങ്ങളിലുള്ള ഒരു ജീവജാലങ്ങളാലോ നമുക്ക് മരണം സംഭവിക്കാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് നമ്മൾ തമ്മിൽ പരസ്പരം കലഹിച്ച് മാത്രമേ മരിക്കാൻ പാടുള്ളൂ. ഇതാണ് നമ്മുടെ ആവശ്യമെന്ന് ബ്രഹ്മദേവനെ അറിയിക്കുകയും തഥാസ്തു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ബ്രഹ്മദേവൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. വരലബ്ധി നേടിക്കഴിഞ്ഞ സുന്ദോപസുന്ദരന്മാർ അതീവ സന്തുഷ്ടരായി സന്തോഷത്തോടു കൂടി സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു പോവുകയും അനേകം അസുരന്മാരെ കൂട്ടി ഒരു വലിയ സൈന്യത്തെ സൃഷ്ടിക്കുകയും ആ സൈന്യ സമേതമായി ആദ്യം ദേവലോകത്തെ കീഴ്പ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ദേവലോകത്തേക്ക് യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി എത്തുകയും ചെയ്തു. ദേവലോകത്തെത്തിയ സുന്ദോപസുന്ദരന്മാർ ദേവന്മാരുമായി യുദ്ധം ചെയ്യുകയും ബ്രഹ്മദേവൻ്റെ വരബലത്താൽ യുദ്ധം ചെയ്ത സുന്ദോപസുന്ദരന്മാരെ തോൽപ്പിക്കാൻ കഴിയാതെ ദേവന്മാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ദേവലോകം കീഴ്പ്പെടുത്തിയതിനു ശേഷം സുന്ദോപസുന്ദരന്മാർ നേരെ പാതാളത്തിലേക്ക് പോവുകയും പാതാളവും കീഴ്പ്പെടുത്തിയതിനു ശേഷം ഭൂലോകത്തേക്ക് വരികയും ചെയ്തു. ഭൂലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ നാട്ടുരാജ്യങ്ങളെയായി അടിച്ച് തോൽപ്പിച്ച് പല രാജാക്കന്മാരെയും നിഗ്രഹിച്ച് എല്ലാം കീഴ്പ്പെടുത്തി മുന്നേറുകയായിരുന്ന സുന്ദോപസുന്ദരന്മാർ ആ കാലഘട്ടത്തിൽ അനേകം രാജ്യങ്ങളിൽ അനേകം ഋഷിവര്യന്മാരും ആശ്രമങ്ങളും അധികമുണ്ടായിരുന്നതിൽ ഓരോ ആശ്രമത്തിലുള്ള ഋഷിവര്യന്മാരെ പോലും പീഡിപ്പിക്കുകയും ആശ്രമങ്ങളെ തച്ച് തകർക്കുകയും ഒക്കെ ചെയ്ത് മുന്നേറിയപ്പോൾ ഒരു രീതിയിലും ജീവിക്കാൻ നിർവാഹമില്ലാതെ സന്യാസിവര്യന്മാരും ദേവന്മാരടക്കമുള്ള സർവ്വവരും ബ്രഹ്മദേവൻ്റെ മുമ്പിൽ അഭയം പ്രാപിക്കുകയും അലയോ പിതാമഹ, ഏതെങ്കിലും വിധത്തിൽ സുന്ദോപസുന്ദരന്മാരിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചാലും എന്ന് ബ്രഹ്മദേവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞ് ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിരിക്കൂ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉടൻ തന്നെ സ്വീകരിക്കാമെന്ന്. ഇത് പറഞ്ഞതിന് ശേഷം ബ്രഹ്മദേവൻ സാക്ഷാൽ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് വിശ്വകർമാവിനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ വിശ്വകർമാവേ, നീ ഇന്ന് വരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൽ സൃഷ്ടിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു സ്ത്രീ രൂപമുണ്ടാക്കുക. ഈ ഭൂലോകത്തുള്ള സർവ സൗന്ദര്യവും അതിലടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കിയ വിശ്വകർമാവ് അപ്രകാരം ഒരു
സ്ത്രീ രൂപത്തെ ഉണ്ടാക്കി ബ്രഹ്മദേവൻ്റെ മുന്നിൽ നിർത്തി. അതീവ തേജസ്വിയായ, അന്നേ വരെ ഈ ഭൂലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച്, നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച്, ജന്മമെടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ സൗന്ദര്യത്തോടു കൂടിയ ആ തരുണീമണിക്ക് തിലോത്തമ എന്ന് ബ്രഹ്മദേവൻ നാമകരണം ചെയ്തു. ബ്രഹ്മദേവൻ്റെ കാൽക്കൽ നമസ്കരിച്ചതിന് ശേഷം തിലോത്തമ, അലയോ പിതാമഹ, എൻ്റെ ദൗത്യം എന്താണ് എന്ന് എന്നെ അറിയിച്ചാലും എന്ന് ആവശ്യപ്പെടുകയും, നീ ഇപ്പോൾ തന്നെ സുന്ദോപസുന്ദരന്മാരെ എടുത്തു പോകുക, അവരെ മോഹിപ്പിക്കുക, അവരെ നീ മോഹിപ്പിക്കുമ്പോൾ അവർ തമ്മിൽ പരസ്പരം കലഹിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയുകയും, ഇത് കേട്ട് കഴിഞ്ഞ തിലോത്തമ അങ്ങ് ഭൂലോകത്തേക്ക് പോവുകയും ചെയ്തു. ഭൂലോകത്ത് പല സ്ഥലത്തും സുന്ദോപസുന്ദരന്മാരെ അന്വേഷിച്ച് നടന്നെങ്കിലും അവിടെയെങ്കിലും അവരെ സുന്ദോപസുന്ദരന്മാരെ കാണാനില്ലായിരുന്നു. കാരണം ത്രിലോകങ്ങളെയും കീഴ്പ്പെടുത്തി കഴിഞ്ഞ സുന്ദോപസുന്ദരന്മാർ തങ്ങൾക്ക് പിന്നെ ജോലിയൊന്നുമില്ലാതെ വന്നപ്പോൾ മദ്യത്തിലും മദിരാക്ഷിമാരിലും താല്പര്യപ്പെട്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മദ്യവും മദിരാക്ഷിമാരുമായി അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. തിലോത്തമ അന്വേഷിച്ച് മുന്നേറിയ സമയത്ത് വിന്ധ്യാപർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള അതീവ സുന്ദരമായ ഒരു ഉദ്യാനത്തിൽ സുന്ദോപസുന്ദരന്മാരും അനേകം തരണീമണികളുമായി അങ്ങനെ വിഹരിക്കുന്നത് കാണാനിടയാവുകയും, അതേ സ്ഥലത്ത് സുന്ദോപസുന്ദരന്മാർക്ക് കാണാൻ അവസരമുണ്ടാകത്തക്ക രീതിയിൽ, എന്നാൽ അല്പമകലെയുമായി അതിലോലമായ ദേവ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു പൂവിറുക്കുന്ന കന്യകയുടെ രൂപത്തിൽ അങ്ങനെ ആ ഉദ്യാനത്തിൻ്റെ ഒരറ്റത്ത് തിലോത്തമ പൂവിറുത്തു കൊണ്ടുനിന്നു. ഈ സമയത്ത് പെട്ടെന്ന് സുന്ദോപസുന്ദരന്മാർ തിലോത്തമയെ കാണാനിടയാകുകയും അവർ അത്ഭുതപ്പെടുകയും ചെയ്തു. ലോകത്തിൽ ഇന്നേ വരെ ത്രിലോകങ്ങളിലും സഞ്ചരിച്ചിട്ട് ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നത്തെ കാണാൻ ഇടയായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ അത്ഭുതം, ഒരു രീതിയിലും അവർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവർ പെട്ടെന്ന് എണീറ്റ് രണ്ടുപേരും തിലോത്തമയെ ലക്ഷ്യമാക്കി നടന്നു. മദ്യലഹരിയിൽ തന്നെയായിരുന്ന സുന്ദോപസുന്ദരന്മാരിൽ മൂത്തവനായ സുന്ദൻ ആദ്യം തിലോത്തമയുടെ വലം കൈ ഗ്രഹിക്കുകയും അതേ സമയത്ത് ഉപസുന്ദൻ ഇടം കൈ ഗ്രഹിക്കുകയും ചെയ്തു. പരസ്പരം നോക്കി രണ്ടുപേരും ഇരു കരങ്ങളും ഗ്രഹിച്ചു നിൽക്കുന്ന അവർ പരസ്പരം മുഖത്ത് നോക്കിയിട്ട് സുന്ദൻ ഇപ്രകാരം ഉപസുന്ദനോട് പറഞ്ഞു, അനുജ, ഇവളെ ആദ്യം കരം ഗ്രഹിച്ചത് ഞാനാണ്. ഇവളിതാ ഇന്നു മുതൽ എൻ്റെ ഭാര്യയാണ്. ഇവൾ നിൻ്റെ ജ്യേഷ്ഠത്തി അമ്മയാണ്. നീ ഇവളെ വിട്ടിട്ട് പൊയ്ക്കൊള്ളുക എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ ഉപസുന്ദൻ ജ്യേഷ്ഠനോടായി പറഞ്ഞു, ജ്യേഷ്ഠ, ഇവളെ എൻ്റെ ഭാര്യയാക്കണം, എൻ്റെ ഭാര്യയായിരിക്കണം ഇവൾ. ഇന്നു മുതൽ ഞാൻ ഇവളെ ഭാര്യയാക്കിയിരിക്കുന്നു. അങ്ങയുടെ അനുജത്തിയാണ് ഇവൾ. ഇവളെ ഉപേക്ഷിച്ച് അങ്ങ് പൊയ്ക്കൊള്ളുക എന്ന്. എന്തായാലും രണ്ടുപേരും വളരെ മദ്യലഹരിയായിരിക്കുകയും ഈ സൗന്ദര്യ മാസ്മരിക ലഹരിയിൽ ഒരു രീതിയിലും പിരിഞ്ഞു പോകാൻ തോന്നാതെ അവർ ആദ്യം സൗഹൃദത്തിലും അടുത്ത് വിരോധത്തിലും ഇങ്ങനെ പരസ്പരം തർക്കിക്കാനിടയാവുകയും അവസാനം പരസ്പരം ബലാബലം നോക്കാനിടയാവുകയും കൈകൊണ്ട് ബലാബലം നോക്കിയ അവർ അവസാനം ഗതയെടുത്ത് ദ്വന്ദ്വ യുദ്ധം തന്നെ നടത്താനിടയാവുകയും മണിക്കൂറുകൾ കൊണ്ടുള്ള പരസ്പരം അടിയിൽ അവസാനം രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് ഒരുമിച്ച് വീഴുകയും രണ്ടുപേരും മരിക്കുകയും ചെയ്തു. അങ്ങനെ ത്രിലോകങ്ങളിലും ഉള്ള ദേവന്മാരും മനുഷ്യരും ഋഷിശ്രേഷ്ഠന്മാരും സർവ്വപേരും വളരെയധികം സന്തോഷം കൊണ്ട് ആനന്ദിച്ചു. കാരണം ഈ സുന്ദോപസുന്ദരന്മാരെന്ന ഈ അസുരന്മാരിൽ നിന്ന് രക്ഷ നേടിയതിലുള്ള സന്തോഷമാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞ പാണ്ഡവർക്ക് ഇതൊരു കഥയല്ലെന്നും
നമുക്ക് മനസ്സിലാക്കുന്ന നിലയ്ക്ക് വേണ്ടി ദേവഋഷിയായ നാരദൻ നമ്മളെ ഉപദേശിച്ചതാണ് എന്നും അവർക്ക് ബോധ്യമായി. അവർ ഇപ്രകാരം ദേവർഷിയോട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ ഈ കഥ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞാലും നമ്മൾ പരസ്പരം ഒരിക്കലും കലഹിക്കാതിരിക്കുന്നതിലേക്ക് വേണ്ടി ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ ദേവർഷി നാരദൻ പാണ്ഡവരോടായി പറഞ്ഞു, നിങ്ങൾ തന്നെ ഇതിന് ഒരു പരിഹാരം നിർദ്ദേശിക്കുക. അത് ഉചിതമാണ് എങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു സമയത്ത് ദ്രൗപദി ഒന്നിലധികം പേരുടെ ഭാര്യ ആയിരിക്കാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ ഒരു വ്യവസ്ഥ നിശ്ചയിക്കുക. ഇത് കേട്ടുകഴിഞ്ഞ പാണ്ഡവർ തങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വർഷം ദ്രൗപദി തങ്ങളുടെ ഭാര്യയായിരിക്കും എന്ന് തീരുമാനിക്കുകയും ഒരു വർഷം ഒരു വർഷവും മറ്റൊരാൾ അവർ ഒരുമിച്ച് താമസിക്കുന്ന ഗ്രഹത്തിലോ സ്ഥലത്തിലോ എത്താതിരിക്കുക, അഥവാ വ്യവസ്ഥ ലംഘിച്ച് അവിടെ ഒരു ആളിനോടൊപ്പം ദ്രൗപദി ഉണ്ടായിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കടന്നു ചെല്ലാനിടയായാൽ അന്ന് തന്നെ കൊട്ടാരം ഉപേക്ഷിച്ച് ആ വ്യക്തി ദേശാടനത്തിന് വേണ്ടി പോവുക. ഈ വ്യവസ്ഥ അവർ 5 പേരും പരസ്പരം അംഗീകരിച്ച് വ്യവസ്ഥ വയ്ക്കുകയും ഈ വ്യവസ്ഥ തികച്ചും ഉചിതമാണ്, വളരെ നല്ലതാണ്, ഒരു രീതിയിലും കലഹിക്കാൻ ഇടയാകാത്തതാണ് എന്ന് ദേവർഷി നാരദൻ സമ്മതിക്കുകയും ആ സമ്മതപ്രകാരം പാണ്ഡവർ 5 പേരും ഈ വ്യവസ്ഥ വച്ച് സത്യം ചെയ്യുകയും ചെയ്തു. ഏതെങ്കിലും കാരണവശാൽ ഈ വ്യവസ്ഥ ലംഘിച്ച്, അതായത് ഒരു വർഷം പാണ്ഡവരിൽ ഒരാളുടെ ഭാര്യയായിരിക്കുന്ന ദ്രൗപദിയും ആ പാണ്ഡവനും കൂടെ വസിക്കുന്ന ഗ്രഹത്തിലോ സ്ഥലത്തിലോ മറ്റൊരാൾ അവിചാരിതമായിട്ടെങ്കിലും കടന്നു പോകാൻ ഇടയായാൽ ആ വ്യക്തി അന്ന് മുതൽ ദേശാടനത്തിന് പോവുക എന്ന വ്യവസ്ഥ പരസ്പരം അംഗീകരിച്ചു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് അവിചാരിതമായി അർജുനന് ഈ വ്യവസ്ഥ ലംഘിക്കേണ്ടി വരുന്നതും അതുപ്രകാരം അർജുനന് ദേശാടനത്തിന് പോകേണ്ടി വരുന്നതും ആ ആടന സമയത്ത് ഉണ്ടാകുന്ന സംഭവ ബഹുലമായ കഥകളും ഒക്കെ വിവരിക്കാം. ഈ ഭാഗത്തൊന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. സുന്ദോപസുന്ദരന്മാരുടെ കഥയിൽ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ച് അപ്പോൾ വരുത്തിയ സുന്ദരിയായ തിലോത്തമയാണ് ദേവലോക അപ്സരസുമാരായ ഉർവശി, മേനക, രംഭ, തുലോത്തമമാരിലെ തുലോത്തമ എന്നുകൂടെ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.